പ്രതിപക്ഷ നേതാവിന്റെ അഭിമുഖ ഭാഗം നീക്കിയതിൽ വിശദീകരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കമന്റ് നീക്കാനാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ അബദ്ധത്തിൽ വീഡിയോ മുഴുവനായി നീക്കം ചെയ്തുവെന്നാണ് രത്തൻ യുഗേൽക്കറുടെ വിശദീകരണമായി. അഭിമുഖത്തിന്റെ ഭാഗം വീണ്ടും നൽകാനും ആവശ്യപ്പെട്ടതായി കൂടി വിശദീകരിക്കുന്നുണ്ട്. ആ പ്രതികരണത്തിലേക്ക്. ഏതെങ്കിലും വിധത്തിലുള്ള അട്രോഷ്യസ് ആയിട്ടുള്ള കമൻറ്റ്സ് ഒരാളെതിരെ ഉണ്ടെങ്കിൽ അതിനെതിരെ പോലീസിനൊരു ആക്ഷൻ എടുക്കണമെന്നുള്ള നിർദ്ദേശം ഓൾറെഡി അവർക്ക് IT ആക്ട് പിന്നെ ഇൻ്റർമീഡിയറി റൂൾസിനനുസരിച്ചിട്ട് അവർക്ക് നിലവിലുണ്ട്. നമ്മുടെ സൈബർ പെട്രോളിങ്ങിൻ്റെ ഭാഗമായിട്ട് സൈബർ സെല്ല് ഇങ്ങനെ ഒരു കമൻറ്റ് അവരുടെ മുൻപ് വരുമ്പോൾ അവർ മെറ്റാവോട് പറഞ്ഞത് ഈ കമൻറ്റ് നീക്കണം എന്ന് ആയിരുന്നു. പക്ഷേ ബൈ മിസ്റ്റേക്ക് ആ മൊത്തം വീഡിയോ അവർ നീക്കി എന്നുള്ളതാണ് ഒരു ഫാക്ച്വൽ പൊസിഷൻ. അതേസമയം ദൂരദർശന് നൽകിയ അഭിമുഖത്തിലെ BJP വിമർശന ഭാഗങ്ങൾ വെട്ടിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആരോപിച്ചു. അന്യമത വിദ്വേഷത്തെയും ന്യൂനപക്ഷ വേട്ടയും കുറിച്ച് പറഞ്ഞ ഭാഗങ്ങൾ വെട്ടി. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി CPIക്ക് അനുവദിച്ച പരിപാടിയിലാണ് ദൂരദർശന്റെ സെൻസറിംഗ്. ഈ പ്രക്ഷേപണത്തിന്റെ 2 പാരഗ്രാഫ് തെറ്റിംഗ് കമ്മിറ്റി തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടത് ഒഴിവാക്കിയിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു ഏതൊക്കെ ഭാഗമാണ് വെറ്റിംഗ് കമ്മിറ്റിക്ക് സ്വീകാര്യമാകാത്തത്. ഈ 2 പാരഗ്രാഫ് ഒഴിച്ച് ബാക്കിയെല്ലാം വെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സാറിന് ബാക്കിയെല്ലാം വായിച്ച് റെക്കോർഡ് ചെയ്യാം, ഈ ഭാഗം റെക്കോർഡ് ചെയ്യില്ല എന്ന് പറഞ്ഞു. സനിസ ശോഭാചന്ദ്രൻ നൽകും കൂടുതൽ വിവരങ്ങൾ. സനിസ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രതിപക്ഷ നേതാവിന്റെ ഈ അഭിമുഖം നീക്കിയതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമായി കഴിഞ്ഞു ഇതിനോടകം തന്നെ ആ വിഷയം. പക്ഷേ ഇതിലിപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിശദീകരിക്കുന്നത് അതൊരു അബദ്ധമാണ്, കമന്റുകൾ നീക്കം ചെയ്യാൻ മാത്രമാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ അബദ്ധത്തിന്റെ പുറത്ത് ആ വീഡിയോ പൂർണ്ണമായും നീക്കുന്നതാണ്. എന്തായാലും വിവാദമായി കഴിഞ്ഞു. ഒരുപക്ഷെ ഇനിയിപ്പോൾ വീഡിയോ പൂർണ്ണമായും തന്നെ അപ്ലോഡ് ചെയ്യും നിർദ്ദേശത്തെ തുടർന്ന്. മറ്റൊന്നാണ് ഈ ബിനോയ് വിശ്വത്തിന്റെ ദൂരദർശനെതിരായിട്ടുള്ള ആരോപണങ്ങൾ സെൻസറിംഗുമായി ബന്ധപ്പെട്ട്. വിവരങ്ങൾ സമഗ്രമായി പറയാം. വീഡിയോയ്ക്ക് താഴെ വന്ന ചില അശ്ലീല വിദ്വേഷ കമന്റുകൾ നീക്കം ചെയ്യാനാണ് സൈബർ പോലീസിനോട് ഇത്തരത്തിൽ സൈബർ പോലീസ് മെറ്റയോട് ആവശ്യപ്പെട്ടത്. ഈ സൈബർ പോലീസിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയത്. എന്നാൽ കമന്റുകൾക്ക് പകരം വീഡിയോ പൂർണ്ണമായും നീക്കം ചെയ്യുകയാണ് മെറ്റ ചെയ്തത്. ഇത് സാങ്കേതികമായി സംഭവിച്ച ഒരു പിഴവാണെന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കുന്നത്. രത്തൻ യുഗേൽക്കർ വ്യക്തമാക്കുന്നത് നീക്കം ചെയ്ത വീഡിയോ എത്രയും വേഗം റീസ്റ്റോർ ചെയ്യാൻ സൈബർ പോലീസ് മെറ്റയോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മെറ്റയ്ക്ക് അതിൻ്റെതായ ചില സാങ്കേതിക മാനദണ്ഡങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് സാവകാശം വേണ്ടിവരും. എന്നാൽ പ്രശ്നം ഉടൻ പരിഹരിക്കപ്പെടുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതിനോടകം തന്നെ ഈ ഒരു സംഭവം ഒരു വലിയ വിവാദമായി തന്നെ മാറിയിട്ടുണ്ട്. ഒരു വിദ്വേഷം പടർത്തുന്ന കമന്റ് അത് ആളുകൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന തരത്തിലുള്ള ഒരു വീക്ഷണത്തിന്റെ കോണിലായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കമന്റ് നീക്കാൻ സൈബർ പോലീസിനോട് ആവശ്യപ്പെട്ടത്. തുടർന്ന് ഒബ്സ്കീൻ IT ആക്ട് പ്രകാരമാണ് ഈ കമന്റ് നീക്കം ചെയ്യാൻ വേണ്ടി മെറ്റയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ മെറ്റ വീഡിയോ പൂർണ്ണമായും തന്നെ നീക്കം ചെയ്യുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് ഈ വിവാദമൊക്കെ ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ ഇത് സൈബർ പോലീസാണ് ഇത്തരമൊരു നടപടി എടുത്തത് എന്ന തരത്തിൽ വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് സൈബർ പോലീസ് ഈ വീഡിയോയിലെ കമന്റുകൾ നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയത്. എന്നാൽ സാങ്കേതികമായിട്ടുള്ള ഒരു തെറ്റ് കാരണം മെറ്റ വീഡിയോ തന്നെ നീക്കം ചെയ്യുകയായിരുന്നു. എന്നാൽ ബാക്കിയുള്ള സമാനമായി പ്രതിപക്ഷ നേതാവിന്റെ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ അടക്കം അഭിമുഖത്തിന് താഴെ സമാനമായിട്ടുള്ള വിദ്വേഷം പടർത്തുന്ന കമന്റുകളുണ്ട്. എന്നാൽ എന്തുകൊണ്ട് ഒറ്റതിരിഞ്ഞിട്ടുള്ള ഇത്തരം നടപടികൾ എന്ന ചോദ്യത്തിന് വിശദമായിട്ട് അത്തരം പ്രവണതകൾ ഉണ്ടെങ്കിൽ അതും പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ ഇതിലൊന്നും ഒരു വ്യക്തമായിട്ടുള്ള ഒരു ക്രോഡീകരണം ഇല്ല എന്ന തരത്തിലാണ് ഈ ഒരു പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പ്രതിപക്ഷ നേതാവിന്റെ വീഡിയോ റീസ്റ്റോർ ചെയ്യാൻ മെറ്റയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ മാനദണ്ഡങ്ങൾ സാങ്കേതികമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ച ശേഷം വീഡിയോ റീസ്റ്റോർ ചെയ്യുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കമന്റ് നീക്കാൻ ആവശ്യപ്പെട്ടു. അബദ്ധത്തിൽ വീഡിയോ മുഴുവനായും നീക്കം ചെയ്തു. ഇനിയിപ്പോൾ വീഡിയോ അഭിമുഖത്തിന്റെ ആ ഭാഗം അത് മുഴുവനായും തന്നെ അപ്ലോഡ് ചെയ്യാനാണ് കമ്മീഷണർ തെരഞ്ഞെടുപ്പ് ചന്ദ്രനാണ്.
അഭിമുഖത്തിന്റെ ഭാഗം എന്തായാലും വീണ്ടും നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നതാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യോഗ്യൽക്കർ എന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ അഭിമുഖം ചാനലിൽ നിന്നും നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ചില ഈ പെരുമാറ്റച്ചട്ടങ്ങളുടെ ഭാഗമായി ചില കമന്റുകൾ മാത്രമാണ് ഭാഗം നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടത്. അതിനെ തുടർന്ന് ഒരു അബദ്ധം സംഭവിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ആ വീഡിയോ